എല്ലാ വണ്ടിപ്രേമികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് വർക്കിനായിട്ട് വന്നിരിക്കുന്നത് ഹൈക്രോസ് ആണ്. ഹൈക്രോസ് ZXO ആണ് വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് വർക്കുകൾ ഉണ്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഗ്രില്ല് ചേഞ്ച് ചെയ്യണം. അതായത് നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ZXO നമുക്ക് അഡാസ് വരുന്ന വണ്ടിക്കകത്ത് നമുക്ക് GR ഗ്രില്ല് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അഡാസ് വരുന്ന വണ്ടിക്കകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് GR ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൈബാച്ച് ഗ്രില്ലോട്ട് പോകണം. മൈബാച്ച് ഗ്രില്ലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ വരുന്ന ആ സെയിം പൊസിഷനിൽ തന്നെ നമുക്ക് കമ്പനി എങ്ങനെയാണോ നമുക്ക് ഈ ഒരു അഡാസിന്റെ യൂണിറ്റ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് യൂണിറ്റ് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് GR വയ്ക്കാൻ നേരത്ത് നമുക്ക് അഡീഷണൽ ക്ലാമ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലാമ്പിൽ വേണം നമുക്ക് അഡാസിന്റെ യൂണിറ്റിനെ സ്റ്റേ ചെയ്യിക്കാനായിട്ടുള്ള. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള GR സ്പോട്ട് ഗ്രില്ല്, അതേപോലെ തന്നെ ഡ്രൈ കളർ ഫോഗ് ലാമ്പ്. അപ്പൊ ഓൾറെഡി ZXOക്കകത്ത് നമുക്ക് ഡ്രൈ കളർ ഫോഗ് ലാമ്പ്, നോർമൽ ഫോഗ് ലാമ്പാണ് വരുന്നത്. ആ ഫോഗ് ലാമ്പിനെ നമ്മൾ കൺവെർട്ട് ചെയ്യണം. കൺവെർട്ട് ചെയ്തിട്ട് 3 കളറിലോട്ടാണ് കൺവെർട്ട് ചെയ്യുന്നത്. പോരാതെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള കമ്പനി വയറോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്യേണ്ട കാര്യമോ, അതായത് എല്ലായിടത്തും പറയുന്ന കാര്യമാണ് വയർ കട്ട് ചെയ്യും. പക്ഷെ ഇതിനകത്ത് വയർ കട്ട് ചെയ്യാൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം ഞാൻ എന്റെ കഴിഞ്ഞ ഒരുപാട് വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള കപ്ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പോരാതെ നമ്മുടെ ഡ്രൈ കളറിൽ ഡിമ്മും ബ്രൈറ്റും നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് എനേബിൾ ആക്കണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വയറിംഗ് കിറ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് സ്വിച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള മോഡലിസ്റ്റ് ചെയ്യണം. മോഡലിസ്റ്റ് നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മോഡലിസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ആഡ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ സിൽവർ, സെന്റർ പോർഷൻ സിൽവർ, സൈഡ് വൈറ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പം ബോഡി കളർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള കാലിബർ പെയിന്റിങ്ങും, പോരാതെ തന്നെ നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് മാറ്റ്, അതേപോലെ ടെയിൽ ലാമ്പ്, റിഫ്ലക്ടർ LED, ഹോണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ എന്നത് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ വർക്കിന്റെ വീട്ടിലേക്ക് പോയാലോ. കാരണം നമ്മൾ ഹൈക്രോസ് ZXO വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ GR സ്പോട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ GR ഗ്രില്ല് വെക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, GR ഗ്രില്ല് വെക്കാൻ നേരത്ത് അഡാസ് വരുന്ന മോഡലാണ് നമ്മൾ ZXO എന്ന് പറയുന്ന വേരിയന്റിനകത്ത്. അപ്പൊ അഡാസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി അടിലോട്ട് സെപ്പറേറ്റ് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അഡാസിനെ അതിലോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈബാച്ച് ഗ്രില്ലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ എങ്ങനെയാണോ സ്റ്റോക്കിനകത്ത് വരുന്നത് അതേപോലെ തന്നെ മൈബാച്ച് ഗ്രില്ലിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ GR സ്പോട്ടിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വെഹിക്കിളിനൊന്നും ബാധിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഡ്രൈ കളർ ഫോഗ് ലാമ്പാണ്. 1:3 കളറാണ്. ഡിമ്മും ബ്രൈറ്റും അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇപ്പം നോർമൽ ഡിമ്മിലാണ് നടക്കുന്നത്. അതിന് നമ്മൾ സെപ്പറേറ്റ് വയറിംഗ് കിറ്റ് ആഡ് ചെയ്തുകൊണ്ട് എവിടെയും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് ബ്രൈറ്റിലോട്ടുള്ള വയറിംഗ് കിറ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പോരാതെ തന്നെ ഇതിനകത്ത് കപ്ലർ ടു കപ്ലർ ആണ് നമ്മളതിന്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാനോ വേറെ വയറിംഗ് കിറ്റ് എടുത്ത് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ZXO ആയാലും ഓപ്ഷൻ വരുന്ന വെഹിക്കിൾ, അതായത് കമ്പനി ഫോഗ് ലാമ്പ് വരുന്ന വെഹിക്കിളിനകത്ത് നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മളൊരു 2 ഇഞ്ച് ഡ്രൈ കളർ ഫോഗ് ലാമ്പ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ മോഡലിസ്റ്റ് കിറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മോഡലിസ്റ്റ് കിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയായിട്ടാണ് ഇതൊരു ഫുൾ കിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ചോദിക്കാറുണ്ട്, ഫ്രണ്ടും ബാക്കും വെച്ചിട്ട് സൈഡ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. കാര്യം ഫുൾ കിറ്റ് ആയിട്ടാണ് വരുന്നത്. GR സ്പോട്ടിനകത്ത് നമുക്ക് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഈ ലോഗോസ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ് ആക്കാൻ പറ്റും, അതേപോലെ ഗോൾഡ്, സിൽവർ, അങ്ങനെ ഇഷ്ടമുള്ള കളർ കസ്റ്റമറിനനുസരിച്ചുള്ള കളർ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് വരുന്നത് അതായത് ഗ്രില്ലിന്റെ കൂടെ വരുന്ന റെഡ് കളറാണ്. പക്ഷെ അതിനെ നമുക്ക് പെയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പോരാത്തതിന് 3 ഡോട്ട് സ്പോട്ട് ലൈറ്റും ഇതിന്റെ കൂടെയാണ് വരുന്നത്. അതിനെ നമ്മൾ ഫോഗ് ലാമ്പിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡേ ടൈമിലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരുന്നതായിട്ട് ഇങ്ങനെ ഒരുപാട് കസ്റ്റമർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫോഗ് ലാമ്പിലാണ് അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഇത്രയാണുള്ള. ZXOക്കകത്ത് നമുക്ക് DRലും ഇൻഡിക്കേറ്ററും എല്ലാം കമ്പനി ഇംബിൾട്ട് വരുന്നത് ഈ ഒരു DRന്റെ സ്പോട്ടിലാണ്. പക്ഷെ നമ്മുടെ നോർമലായിട്ട് GX ആയാലും VX ഓപ്ഷനിലായാലും നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും ഈ ഒരു DRലിനകത്ത് കമ്പനി വരുന്നില്ല. പക്ഷേ ZXOയിൽ മാത്രമാണ് വരുന്നത്. പക്ഷെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ആഡ് ചെയ്യുന്ന DRലിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്ററും DRലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫ്രണ്ട് ലുക്കായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് സൈഡ് മോഡലിസ്റ്റ് സൈഡ് റണ്ണിംഗ് ബോർഡ് മാത്രമാണ് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലെക്സസ് ടൈപ്പ് ടെയിലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്തതിനെ കുറിച്ചിട്ട്. അപ്പം എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ വയർ കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നില്ല. ഒന്നും ചെയ്യണം, നമുക്ക് ഡയറക്റ്റ് കപ്ലർ ടു അതായത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ് നമുക്ക് ഒരു കിറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് വരുന്നത്. എവിടെയും നമുക്ക് വയർ കട്ടിങ്ങോ സ്ലീവോ ഒരു കാര്യങ്ങളും എക്സ്ട്രാ പോലും ഒരു വയറിന് ഒരു ലൂപ്പ് പോലും ചെയ്യാതെ നമുക്ക് ഈ ഒരു ടൈലൈറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കമ്പനി ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് 5 പീസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് ആൽഫ്രഡ് എന്ന് പറയുന്ന മോഡൽ വരുന്നത് 3 പീസ് ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു സിൽവർ ബേഡി ക്രോം വന്നിരിക്കുന്ന ഈ ഒരു പീസ് സഹിതം നമുക്ക് ഫുൾ LED ആയിരിക്കും വരുന്നത്. അത് 3 പീസ് ആണ് വരുന്നത്. പക്ഷേ കോസ്റ്റ് ഈ ഒരു
ലെക്സസ് ടെയിലാകുമ്പോൾ എടുക്കുന്നതിന് 2 കോസ്റ്റ് വരും. അതാണ് പറഞ്ഞത്, അത്രയും റേറ്റ് ഏകദേശം 30-35 അടുപ്പിച്ച് ആ ഒരു ടെയിലൈറ്റിന് മാത്രം പ്രൈസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്ടർ LED ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് സ്കാനിങ് ഫംഗ്ഷനോട് വരുന്ന റിഫ്ലക്ടർ LED ആണ്. ഞാൻ എന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഇതിനകത്ത് നമുക്ക് മാട്രിക്സ്, ഇൻഡിക്കേറ്ററും അതേപോലെ സ്കാനിങ് ഫംഗ്ഷനോട് വരുന്ന സ്പാർക്ക് LED, അതേപോലെ ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ നമ്മൾ മോഡലിസ്റ്റ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു 3 ടോൺ കളറാണ് ചെയ്തിരിക്കുന്നത്. അതായത് സൈഡ് നമ്മൾ ബോഡി കളറും ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ നമ്മൾ ഫുള്ള് മാറ്റ് ഫിനിഷും അതേപോലെ തന്നെ കൺമെറ്റൽ മാറ്റ് ഫിനിഷും ആണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. 3 കളറായിട്ടാണ് ഈ ഒരു മോഡലിസ്റ്റിന്റെ ബാക്ക് സൈഡ് ചെയ്ത്. പോരാത്തതിനും നമുക്ക് സെൻസറിനുള്ള ഹോള് കാര്യങ്ങളൊക്കെ മോഡലിസ്റ്റിന്റെ കൂടെ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പോയിലറാണ്, ക്ലോസി ഫിനിഷോടെ വരുന്ന സ്പോയിലറാണ്. ഇത് ഫുള്ള് ഡബിൾ സൈഡിലാണ് കേട്ടോ ഈ ഒരു സ്പോയിലർ ഇരിക്കുന്നത്. സ്ക്രൂവോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നത് പക്ക സ്ട്രോങ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ റൂഫ് റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡോർ വൈസറും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വർക്കുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വെഹിക്കിളിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ സ്കാനിങ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇതിനകത്ത് ഇങ്ങനെ ടെയിലൈറ്റിന്റെ ഫംഗ്ഷൻസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് സെൻട്രൽ പീസ് മുതൽ ഈ വരുന്ന 5 പീസിലേക്കാണ് വന്ന് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ തരുന്നത്. അത് മാത്രമല്ല നമ്മളൊരു റിഫ്ലക്ടറിനകത്തും ആ ഒരു സ്കാനിങ് ഫംഗ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതേപോലെ തന്നെ ആൽഫ്രഡിലും സെയിം സ്കാനിങ് ഫംഗ്ഷനും കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഇതെടുത്തിരിക്കുന്നത് ക്ലിയർ ഗ്ലാസ് ആണ്. ഇതിന്റെ സ്മോക്ക് ഗ്ലാസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ടെയിൽ ലാമ്പിന്റെ. അതേപോലെ തന്നെ ആൽഫ്രഡിലും റെഡും ബ്ലാക്കും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. നമ്മളെ ഇസഡെക്സ് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ചെയ്തിരിക്കുന്ന മോഡലിസ്റ്റ്, അതേപോലെ GR സ്പോട്ട് ഗ്രില്ല്, ഡ്രൈ കളർ ഫോഗ് ലാമ്പ്, റൂഫ് റെയില്, ഡോർ വൈസർ, നമ്മുടെ സ്പോയിലർ, ടെയിൽ ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് മോഡലിസ്റ്റ് ചെയ്യാൻ നേരത്ത് പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീലാർച്ച് വരുന്ന വെഹിക്കിളിലായിരിക്കും നമുക്ക് മോഡലിസ്റ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വീലാർച്ചും കൂടെ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അതായത് ഇസഡെക്സോ അങ്ങനെയുള്ള വേരിയന്റിലൊക്കെ വീലാർച്ച് കമ്പനി ഇൻക്ലൂഡ് ആണ് വരുന്നത്. ഇല്ലാത്ത വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വീലാർച്ചും കൂടെ എടുക്കേണ്ടി വരും. കാര്യം വീലാർച്ചിനകത്ത് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മോഡലിസ്റ്റേ കിറ്റ് വരുന്നത്. അപ്പം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇത്രയാണ് ഉള്ളത്. പോരാത്തിന് DRL കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നില്ല. നമ്മളെ വീഡിയോസ് തന്നെ കാണാൻ DRL വർക്ക് ആവുന്നില്ല. കാരണം വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഹാൻഡ് ബ്രേക്കിൽ നിന്ന് റിലീസ് ആവുന്ന സമയത്തായിരിക്കും ഈ ഒരു കമ്പനി സ്റ്റോക്ക് വന്നിരിക്കുന്ന DRL കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്ന കേട്ടോ. അങ്ങനെ ഒരുപാട് കസ്റ്റമർ നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് DRL നോർമലിൽ നമ്മൾ ഓണാക്കാത്ത വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.